എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 25 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്നൊരു റിവിഷൻ മെത്തേഡ് നോക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി അത് മാത്രമല്ല, കുറച്ച് സമയത്തിനുള്ളിൽ ഇനി പഠിച്ചു തുടങ്ങാത്തവരുണ്ട്, ഏകദേശം മെയിൻ കടക്കും എന്ന് ഉറപ്പുള്ളവരൊക്കെ പഠിച്ചു തുടങ്ങുക. 40 മാർക്കിന് മുകളിലുള്ള എല്ലാവരും തന്നെ പഠിച്ചു തുടങ്ങുക എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ വേറൊരു എക്സാമിന് വേണ്ടിയിട്ടും നോക്കുന്നവരാണെങ്കിൽ അതെന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ പെട്ടെന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു റിവിഷൻ പോലെ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ, എൻ്റെ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റഡി പ്ലാനിലോട്ട് കിടക്കാം. റിവിഷനും അതോടൊപ്പം തന്നെ പുതിയതായിട്ട് ഇനി പഠിക്കുന്നവർക്കും കുറച്ച് ദിവസത്തിനുള്ളിൽ എങ്ങനെ ഏകദേശം നമുക്കൊരു നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നതാണ് ഈ സ്റ്റഡി പ്ലാനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഫുള്ളായിട്ടൊന്ന് കാണുക. നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻ എക്സാമിനേഷൻ്റെ സിലബസാണ്. ഡീറ്റെയിൽഡ് സിലബസിൽ നമുക്ക് അറിയാവുന്നതാണ്. ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, ഇക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ലൈഫ് സയൻസ്, അതായത് സയൻസിന് ടോട്ടലായിട്ട് ലൈഫ് സയൻസും ഫിസിക്സും കെമിസ്ട്രിയും കൂടി എത്ര മാർക്കാണ്? 9 മാർക്കാണുള്ളത്. പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ദെൻ ഇമ്പോർട്ടൻറ്റ് ആക്ട് വരുന്നുണ്ട്, അത് 13 മാർക്കാണുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സ് 15, അരിത്തമാറ്റിക് 10, ഇംഗ്ലീഷ് 10, മലയാളം 10. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൽ എക്സ്ട്രാ വന്നിരിക്കുന്നത് ഏതാണ്? ഇമ്പോർട്ടൻറ്റ് ആക്ട് ആണ്. അത് 13 മാർക്കിനുള്ളതുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് സ്റ്റഡി പ്ലാനിലൂടെ, നമ്മുടെ ഈ സ്റ്റഡി പ്ലാനിലൂടെ ഈ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക എന്നുള്ളത് പറയാം. ആദ്യമേ പറയട്ടെ, സ്റ്റഡി പ്ലാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാളെ മുതൽ, അതായത് ജൂലൈ 8 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ്. ജൂലൈ 8 മുതൽ ഓഗസ്റ്റ് 17 വരെ. അപ്പോൾ ഓഗസ്റ്റ് 25 എന്ന് പറയുമ്പോൾ 17 കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടും. അവസാന ദിവസങ്ങളിൽ നമ്മൾ പുതിയതായി പഠിക്കുകയല്ല, പഠിച്ച കാര്യങ്ങൾ നല്ലപോലെ റിവൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് മെയിനിലേക്ക് കടക്കാൻ സാധിക്കുമോ കട്ട് ഓഫ് വരാതെ അല്ലേ? അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ തീർച്ചയായും പഠിച്ചു തുടങ്ങുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ പഠിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അത് പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ അറിയാവുന്ന പോലെ തന്നെ ഹിസ്റ്ററിയിൽ കേരള, ഇന്ത്യ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇങ്ങനെ 3 എണ്ണം തിരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ആകെ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇനി ജോഗ്രഫി സെയിം തന്നെ, ബേസിക്സ് ഉണ്ട്, ഇന്ത്യയുണ്ട്, കേരളയുണ്ട്. ഇനിയുള്ളത് ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സിൽ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ കറക്റ്റ് ഓരോ സെൻറ്റൻസും, ഇപ്പോൾ NCERTയുടെ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ കിട്ടും, NCERT പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇക്കണോമിക്സ് അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് 5 മാർക്കുണ്ട്. പിന്നെ ഉള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും 5 മാർക്കുണ്ട്. പിന്നെ കേരള ഗവേണൻസ് 5 മാർക്ക്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അതിനു മുമ്പ് പറയട്ടെ, ഈ സയൻസ് വിഷയങ്ങൾ നമുക്ക് 9 മാർക്കാണ് തരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ അറിയാം, കമ്പ്യൂട്ടർ നോക്കൂ, കമ്പ്യൂട്ടർ നമുക്ക് 3 മാർക്കാണ് തരുന്നത്. സയൻസ് 9, കമ്പ്യൂട്ടർ 3. ഇതിൽ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് 1-2 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കമ്പ്യൂട്ടറായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം ഓർഡറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളവർ, അതായത് സയൻസ് നല്ലപോലെ അറിയാവുന്നവർ ഇത് നോക്കുക. പക്ഷേ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ KSEB അങ്ങനെയുള്ള മെയിൻസ് എക്സാം നമുക്കറിയാം, സയൻസ് അത്ര കട്ടിയാണ്. അപ്പോൾ അല്ലാത്തവരെന്ത് ചെയ്യുക, സയൻസ് വിട്ടുകളയുക, ഈ 9 മാർക്ക് അങ്ങോട്ട് വിട്ടുകളയുക. പിന്നെ നമുക്ക് വേറൊരു പ്രശ്നം വരുന്നത് ഇവിടെ എഡ്യൂക്കേഷൻ പോളിസി ആക്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത് 13 മാർക്ക് നമുക്കുണ്ട്. പക്ഷേ ഈ 13 മാർക്കിൽ ഒരു 10 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് അത്രത്തോളം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഒന്നും കൂടി നമുക്ക് നോക്കാം. സ്റ്റഡി പ്ലാൻ അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറയുന്നതിന് മുന്നേ ഈ സിലബസ് വൈസ് നമുക്ക് എങ്ങനെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നോക്കാം. നമ്മളിതിൽ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ഇംഗ്ലീഷ്
മാത്സ് മലയാളം എത്ര മാർക്കുണ്ട്? 30 മാർക്കുണ്ട് അല്ലേ? ആ 30 മാർക്കിൽ ഒരു 20 to 25 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ 25 മാർക്കെങ്കിലും 30 മാർക്ക് നമുക്ക് അതിൽ നിന്ന് ടോട്ടൽ കിട്ടേണ്ടത് 25 മാർക്കെങ്കിലും നമുക്ക് വാങ്ങാം. പിന്നെ ഉള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് 15 മാർക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു 8 to 10 അല്ലേ, 10 മാർക്കെങ്കിലും ഒരു ഏകദേശം ഒരു ഇതാണ് പറയുന്നത് കേട്ടോ, 10 മാർക്കെങ്കിലും നമുക്കതിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കണം. പിന്നെ ഉള്ളത് എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് റിലേറ്റ് ചെയ്ത്, ഈ എഡ്യൂക്കേഷൻ പോളിസി നമുക്ക് പഠിക്കാവുന്ന സോഴ്സിൽ നിന്നൊക്കെ പഠിച്ച് ഏകദേശം നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടില്ല അതിൽ നിന്ന്, എന്നാലും നമുക്ക് ഈ നെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നമുക്ക് എടുക്കാൻ സാധിക്കും കുറേ കാര്യങ്ങളല്ലേ. അപ്പോൾ അതിന് 13 മാർക്കിലൊരു 8 to 10 മാർക്കൊക്കെ സ്കോർ ചെയ്യുക എന്ന് പറയുന്നതൊരു നല്ലൊരു മാർക്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കും. പിന്നെ ബേസിസ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻ പണ്ടത്തെ പോലെയല്ല, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം 3 മാർക്കാണ് ഉള്ളത്, കൂടുതൽ സമയം കമ്പ്യൂട്ടറിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ട. പക്ഷേ കമ്പ്യൂട്ടർ നിങ്ങൾ പഠിക്കാതെ പോരുത്, കാരണം സിമ്പിളായിട്ടും വരാം അല്ലേ. നമുക്ക് ഭാഗ്യമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ സിമ്പിളായി വന്നാൽ അവിടെ നിന്ന് നമുക്ക് 2 മാർക്ക് കിട്ടും ആണല്ലോ. അപ്പോൾ കമ്പ്യൂട്ടർ ആ രീതിയിൽ നിങ്ങൾ നോക്കുക, കൂടുതൽ സമയം കളയരുത്, കുറച്ച് സമയത്തിനുള്ളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുക. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് അത് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് പഠിക്കുക. പിന്നെ നാഷണൽ, ഇൻ്റർനാഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സിൽ ഊന്നൽ കൊടുക്കണം, സ്പോർട്സിന് ഊന്നൽ കൊടുക്കണം അല്ലേ. പിന്നെ നമ്മുടെ നോബൽ പ്രൈസുകൾക്ക് ഊന്നൽ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സയൻസ് തൽക്കാലം നമ്മൾ ഈ 9 മാർക്ക് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഇക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ്, അതിന് നമുക്ക് 15 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. ഈ 15 മാർക്കിലൊരു 10 മാർക്ക് മിനിമം 10 മാർക്ക് നമ്മൾ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. ഇതിൽ ഇക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കേരള ഗവേണൻസ്. ഇക്കണോമിക്സിന് കൂടുതലായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ NCERT +1 +2 ചാപ്റ്റേഴ്സൊക്കെ നോക്കുന്നത് അത്രത്തോളം നല്ലതായിരിക്കും. ഓരോ സെൻറ്റൻസ് നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ പഠിക്കുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി നമുക്ക് 10 മാർക്കാണുള്ളത്. ഹിസ്റ്ററി, ജോഗ്രഫി 10 മാർക്കിൽ നമുക്കറിയാം ഒരു 5 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ജോഗ്രഫി ആയാലും ഹിസ്റ്ററിയിലെ വേൾഡ് ഹിസ്റ്ററി പഠിക്കുക അല്ലേ, അങ്ങനെ കുറച്ച് കണ്ടന്റ് നമുക്ക് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ 5 മാർക്ക് നമ്മൾ അതിൽ നിന്ന് എഴുതുന്നു. ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യമാണ്, മിനിമം മാർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്രയായി എന്നൊന്ന് നോക്കി. ഇത് ഏറ്റവും മിനിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതി എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞതില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി ഈ എഡ്യൂക്കേഷൻ പോളിസിയിൽ 10 മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കിയെല്ലാം മിനിമമാണ്, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്ക് 83ഉം ഇവിടെ 60ഉം, അപ്പോൾ 60 മാർക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടും അല്ലേ. 60 മാർക്ക് എന്ന് പറയുന്നതല്ല നമുക്ക് ആവശ്യം, നമുക്ക് എത്രത്തോളം നന്നായി എഴുതാൻ സാധിക്കുന്നു, നെഗറ്റീവ് ഇല്ലാതെ എത്രത്തോളം നന്നായി എഴുതാൻ സാധിക്കുന്നു, എത്രത്തോളം അതായത് ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കുന്നു, ആ മാർക്കാണ് നമുക്ക് വേണ്ടത്. ഒരു മാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവരായിട്ട് മറ്റ് ഉദ്യോഗാർത്ഥികളായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലെത്താൻ സാധിക്കണം അല്ലേ. അപ്പം ഞാൻ എൻ്റെ ഒരു ടെക്നിക്കാണ് ഈ പറഞ്ഞത്. ഇത് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു സിലബസ് വച്ചിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി അതിൽ 10 എന്നതിൽ നിന്ന് ഒരു 5എങ്കിലും മിനിമം 8 വരെ എത്തുന്നവരുണ്ട് ഇല്ലേ, 8 വരെ എത്തുന്നവരുണ്ട്. അപ്പോൾ ആ രീതിക്ക് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. പിന്നെ ഈ 3 ഇക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കേരള ഗവേണൻസ് നന്നായി പഠിക്കുക. ഈ 15 മാർക്കിൽ ഒരു 10 to 12 മാർക്ക് സ്കോർ ചെയ്യുക. സയൻസ് ഞാൻ തൽക്കാലം ഒഴിവാക്കിയേക്കുന്നതാണ്. ഇനി ഈ സയൻസ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ സയൻസ് അറിയാവുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് എന്ത് ചെയ്യാം, ഈ മാർക്കിൻ്റെ കൂടെ സയൻസിൻ്റെ മാർക്കും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ അറിയാവുന്നവർക്ക് കമ്പ്യൂട്ടറിൻ്റെ മാർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല കറണ്ട് അഫയേഴ്സ് നല്ലപോലെ പേപ്പറൊക്കെ വായിക്കുന്നവരാണ്, ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് ഈ 30 മാർക്കിൽ, അതായത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ആ 30 മാർക്കിൽ ഇപ്പം മാത്സ് 10 വാങ്ങുന്നവരുണ്ടാകും അല്ലേ.
ഇംഗ്ലീഷ് 10 വാങ്ങുന്നവരുണ്ടാകും, മലയാളവും 10 വാങ്ങുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഒരു ടോട്ടലായിട്ടൊരു 28, 30-ൽ 28 വാങ്ങാൻ സാധിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഈ 60 എന്നുള്ളത് പ്ലസ് ആവും അല്ലേ, 60 പ്ലസ്സിലേക്ക് മാർക്ക് വരും നിങ്ങളുടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ച് നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. മിനിമം ഈ ഒരു റേഞ്ച്. ഓക്കെ, മാക്സിമം നമുക്ക് ശ്രമിക്കാൻ പറ്റുന്നത്രോളം ഈ ദിവസങ്ങളിൽ ശ്രമിക്കുക. ഇനി എന്താണ് നമ്മുടെ സ്റ്റഡി പ്ലാനിലുള്ള കാര്യം എന്ന് ഞാൻ പറയാം. നമ്മൾ ആദ്യമേ പറഞ്ഞു ജൂലൈ 8 മുതൽ, അതെ നാളെ മുതൽ ഓഗസ്റ്റ് 17 വരെ അതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ. 8 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ്. അതിൽ 25-ാം തീയതിയാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത് അല്ലേ, 25-നാണ്. പക്ഷേ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു 40 ദിവസം. ഓക്കെ, അറൗണ്ട് 40 ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്, നിങ്ങൾക്കിത് കേട്ട് കഴിഞ്ഞിട്ട് നല്ലതാണെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കാവുന്നതാണ്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം ഇപ്പം പ്രൊവിഷണൽ ആൻസർ കീ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ കീ വന്നത് ഏതാണ്, ആംഡ് പോലീസിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ KSEB മെയിൻസിൻ്റെ, അങ്ങനെയുള്ള മെയിൻസിൻ്റെ ഏതെങ്കിലും പ്രീവിയസ് തൊട്ടടുത്ത് നടന്ന് ഏതെങ്കിലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ആ വർക്കൗട്ട് ചെയ്യുന്നതിൽ നിന്നും GK പാർട്സിൻ്റെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതി, അതുപോലെ GK പാർട്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. GKയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു GK പാർട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുൾ പഠിക്കുക. ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 പേജൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്, അതായത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഒരു ദിവസം തന്നെ നിങ്ങൾ പഠിച്ച് തീർത്തിരിക്കണം. അപ്പോൾ പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്ന് ഞാനിപ്പം KSEB മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുക്കുന്നത്. KSEB മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഒരു തവണ വായിച്ചാൽ മനസ്സിലാവില്ല. പക്ഷെ എന്ത് ചെയ്യുക, ഇന്ന് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. 1-2 തവണ അത് വായിക്കുക. ഉച്ചയ്ക്ക് മുമ്പ്, ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ സമയമുള്ളവരാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് അതൊന്ന് ഓടിച്ചു വായിക്കുക, പകുതിയെങ്കിലും ഒന്ന് ഓടിച്ചു വായിക്കുക. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നോക്കുക. അങ്ങനെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡെയിലി നിങ്ങൾ ചെയ്തിരിക്കണം. ഇപ്പോൾ GK അതിൻ്റെ റിലേറ്റഡ് പാർട്ട് പഠിക്കുക. ഇപ്പോൾ സയൻസ് ഞാൻ പറഞ്ഞു, സയൻസ് അറിയില്ലാത്തവരാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ്, സയൻസ് എനിക്ക് അത്രത്തോളം അറിയില്ല. നമ്മൾ ആദ്യത്തെ സയൻസ് പോലെയല്ല, ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കട്ടിയാണ്. അപ്പോൾ അങ്ങനെ കിട്ടില്ലാത്തവരാണെങ്കിൽ സയൻസ് മാറ്റി ബാക്കിയുള്ളത് എന്തായാലും നിങ്ങൾ വായിച്ച് തീർത്തിരിക്കണം ഒരു ദിവസം. ഓക്കെ, റിലേറ്റഡ് പാർട്ടും ഒരു ദിവസം തന്നെ വായിച്ച് തീർത്തിരിക്കണം. ആ ഒരു ലക്ഷ്യം മനസ്സിൽ വേണം. GKയുടെ കാര്യം. പിന്നെ വേറൊരു കാര്യമാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നിങ്ങൾ സമയം വച്ച് ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. അതിലാദ്യം ഇംഗ്ലീഷ് ചെയ്ത് നോക്കുക, ജസ്റ്റ് ചെയ്ത് നോക്കുക, OMR എടുത്ത് ചെയ്ത് നോക്കുക, മലയാളം ചെയ്ത് നോക്കുക, മാത്സ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് സമയം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഇംഗ്ലീഷ് ഈ 3 എണ്ണം ചെക്ക് ചെയ്യുക, മാർക്ക് എത്രയുണ്ടെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ നമ്മുടെ തെറ്റിയ ഭാഗങ്ങൾ റാങ്ക് ഫയലോ അല്ലെങ്കിൽ SCRT ടെക്സ്റ്റിൽ എവിടെയാണോ അത് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ വീഡിയോസ് കണ്ടുപിടിച്ച് അത് പഠിക്കുക. അപ്പോൾ ഏകദേശം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് മാക്സിമം പോയ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 മണിക്കൂറൊക്കെ മതി. അതിൽ താഴെ എടുക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിഷയമാണ്, അത്യാവശ്യം ഞാൻ ചെയ്തു പോകുന്നതുമാണ്. ഇപ്പോൾ ഒരു 10-ൽ 8 എന്തായാലും എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളൂ. ബാക്കി 2 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇംഗ്ലീഷും മലയാളം മാത്സിന് വേണ്ടി 1 to 2 അവർ നിങ്ങൾ ഡെയിലി മാറ്റി വയ്ക്കുക. അപ്പം റിലേറ്റഡിൻ്റെ കാര്യവും GKയുടെ റിലേറ്റഡിൻ്റെ കാര്യവും അങ്ങനെ നോക്കുക. ഇത് 2 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടത്, ഇപ്പോൾ റിലേറ്റഡ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ GK നമ്മൾ ഓരോ പോർഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു തവണയെങ്കിലും നിങ്ങൾ വായിക്കണം. കാരണം അടുത്ത ദിവസം നമ്മൾ പഠിക്കുന്ന ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് പഠിക്കുമ്പോൾ ആ ഭാഗം തന്നെ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റിവിഷൻ അവിടെ നടക്കും. പിന്നെയുള്ളൊരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2023 ഈ വർഷത്തെ ജാനുവരി മുതൽ ജൂൺ വരെ. ഓക്കെ, പിന്നെയോ 2022 ഫുള്ള് ജാനുവരി മുതൽ ഡിസംബർ വരെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് 2നും കൂടി ഏകദേശം 18 മാസമാണുള്ളത്. ഓരോ മാസത്തെയും മന്ത്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കാം. അത് 2 ദിവസം
ഒരു മന്തിൽ പഠിക്കാൻ 2 ദിവസം എടുക്കുക. ആ രീതിയിൽ പഠിക്കുക. ഓക്കെ. അല്ലെങ്കിൽ വേറൊരു രീതിയാണത് എത്രത്തോളം ഈ ഷോർട്ട് ടേം ആയതുകൊണ്ട് ഷോർട്ട് ടേം പീരീഡിൽ എത്രത്തോളം സഹായിക്കും എന്നറിയില്ല. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഞാൻ മന്തിലേക്ക് മാറിയിട്ടോ. 10 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് രാവിലെ അങ്ങോട്ട് വായിക്കും. ഒന്നും നോക്കില്ല, അങ്ങോട്ട് ഫുൾ വായിക്കും, അത് റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ രാത്രി കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ വായിക്കാൻ പറ്റില്ല, നമുക്ക് കണ്ണിന് സ്ട്രെയിൻ ആണ് എന്നൊക്കെ തോന്നുമ്പോൾ അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ 10 ദിവസം അങ്ങനെ തീരുന്നു. അങ്ങനെ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ ഒരു മാസത്തെ കംപ്ലീറ്റ് ചെയ്യുക. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ ഇനിയുള്ള എക്സാമുകൾക്ക്, ഇനി LDC ഒക്കെ വരാൻ പോകുന്നുണ്ടല്ലേ, LSTS അങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, മന്ത്ലി കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഈ 18 മാസത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് 2 ദിവസം 36 ദിവസം കൊണ്ട് തീർക്കാൻ സാധിക്കും. ബാക്കിയുള്ള ദിവസം 2021 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസസ്, നോബൽ പ്രൈസ്, സ്പോർട്സ്, അങ്ങനെയുള്ള വെന്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ 2021 പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രീവിയസ് പ്ലസ് റിലേറ്റഡ് GK പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുവിധം ഓക്കെ ആവും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ നിങ്ങൾ എന്തായാലും തീർത്തിരിക്കണം. കാണാപ്പാടെ പഠിക്കുകയല്ല, നമ്മൾ മനസ്സിലാക്കാം. പക്ഷെ അത് ഒരു തവണയെങ്കിലും വായിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിറ്റേ ദിവസം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ആ ഭാഗം തന്നെ നിങ്ങൾക്ക് വരും അല്ലേ. ഇപ്പോൾ റിനൈസൻസ് അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫി, വേൾഡ് ഹിസ്റ്ററി ഒക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ അമേരിക്ക റവല്യൂഷനാണ്, നമ്മൾ ഫസ്റ്റ് ഡേ പഠിച്ചു, ഒരു 3rd ഡേ ആകുമ്പോൾ അത് തന്നെ പിന്നെയും വരും. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനും സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെയാണ് എന്നുള്ളത് മാർക്ക് ചെയ്ത് പഠിക്കാനും സാധിക്കും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് SCRT ടെക്സ്റ്റ് വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വായിക്കുക. അതിനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ SCRTയുടെ ഏതെങ്കിലും ഗൈഡോ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുക. അതെങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ്, ഇപ്പോൾ അമേരിക്ക റെവല്യൂഷൻ്റെ കാര്യം പറഞ്ഞു. അമേരിക്ക റെവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ആ 10ാം ക്ലാസ്സിലെ ഗൈഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓടിച്ച് ആ SCRT കണ്ടൻറ്റും കൂടി ഒന്ന് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇപ്പോൾ എല്ലാ ഒരു തരം നമ്മുടെ ലക്ഷ്യയുടെ ഡിഗ്രി മെയിൻസിൻ്റെ ഇതിലൊക്കെ എന്താണ് NCERT ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെ പഠിച്ചാലും മതി. അതല്ല എക്സ്ട്രാ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള SCRT കണ്ടൻറ്റും കൂടി നിങ്ങൾ പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ്. എന്നാൽ ഇതിൽ കൂടുതൽ പഠിക്കാൻ പറ്റും. ഇനി ഇതിൽ കൂടുതൽ സമയമുള്ളവർക്ക് എന്ത് ചെയ്യാം, PSC ബുള്ളറ്റിൻ പഠിക്കാവുന്നതാണ് അല്ലേ. PSC ബുള്ളറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കുറച്ച് സമയം നമുക്ക് മാറ്റി വെച്ചു, കുറച്ച് സമയം എന്നല്ല, ഒരു 4-5 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം മിനിമം അല്ലേ. 3 മണിക്കൂർ മിനിമം 3 മണിക്കൂർ ആ റിലേറ്റഡ് ഫാക്റ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. 2 മണിക്കൂർ ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് വേണ്ടിയിട്ട് പോകും അല്ലേ. ഒരു 5-6 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ ഈ കുറച്ച് ദിവസം നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഏതാണിപ്പം നമുക്ക് ടൈം കൺസ്യൂമിങ് വരുന്നത് ഏതാണ്, അല്ലെങ്കിൽ ടൈം കുറച്ച് വരുന്നത് ഏതാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിക്ക് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഓക്കെ. നന്നായി പഠിക്കുക. താങ്ക് യു.